ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, എല്ലാം ഒരുമിച്ചാട്ടോ. ഗ്യാസ് കഴിഞ്ഞതുകൊണ്ടേ ഇപ്പം എല്ലാതും വിറകടുപ്പിലാണ്. അതുകൊണ്ട് ഒന്നും ഇഷ്ടപ്പെട്ട കടികളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ അധികം ഉണ്ടാക്കാൻ പറ്റുന്നത് ഗ്യാസുമ്മ വെക്കുന്ന കടികളൊക്കെയാണ് കേട്ടോ. അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അധികം ഇതുമ്പോൾ പോവുക ദോശയാണ്. മറ്റതൊക്കെ ഗ്യാസുമ്മ വെക്കുന്ന പാത്രം ആയതുകൊണ്ട് എനിക്ക് അതൊന്നും കരി പിടിപ്പിക്കണം ഇഷ്ടമല്ല. അതുകൊണ്ട് ദോശ തന്നെ ചുടുക, അല്ലാതെ ഇപ്പോൾ നിവർത്തിയില്ല. എപ്പോഴാണ് ഏതായാലും ഗ്യാസ് കിട്ടുക 15 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ വിറകടുപ്പിൽ ഉണ്ടാക്കണ കാണാനും തിന്നാനൊക്കെ രസമാകും. പക്ഷേ ഇത് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടും ടൈമും കുറേ പോവും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുന്നില്ല. അപ്പം അങ്ങനെയും കുറേ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്തായാലും കുറേ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. യുദ്ധമല്ലേ നടക്കണത്. അപ്പോൾ ഓരത് തീരാതെ അപ്പോൾ നമുക്ക് ഗ്യാസും കാര്യത്തിലൊന്നും പഴയ പോലത്തെ ഇതുണ്ടാവില്ല. അല്ല, നിങ്ങളവിടേക്ക് എന്താണ് അവസ്ഥ? ഗ്യാസ് ഉണ്ടോ? അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യ്. അങ്ങനെ ചോറ് വേവലും കടിയും കാര്യങ്ങളൊക്കെ കറിയൊക്കെ ആയ ശേഷം പിന്നെ നമ്മളെ പ്ലാവുമത്തെ ചക്ക വീണിട്ടുണ്ട്. പഴഞ്ചക്കയാണ്. അത് കിട്ടിയില്ല, കൂട്ടാൻ വയ്ക്കാൻ കിട്ടിയില്ല. ഭാഗ്യമല്ല വയ്ക്കാനുള്ളത്, പഴുത്തു. അപ്പോൾ പിന്നെ അതിൻ്റെ കുരു എടുക്കാമെന്ന് വെച്ചു. എന്തായാലും കുരു നല്ല കുരുവാണ്. അപ്പോൾ കുരു എടുക്കാമെന്ന് വെച്ച് മക്കളെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഞാൻ കുറച്ച് കുരു എടുത്ത് പിന്നെ ചോറൊക്കെ ഊറ്റാൻ പോയതായിരുന്നു. അപ്പോൾ തന്നെ മക്കൾ, അതായത് അവനെയും കൂടെ നല്ല കളിയാണ്. തേജുട്ടിന് പിന്നെ ഇവിടെ ഇല്ല കേട്ടോ, ആള് വിരുന്ന് പോയതാണ്. നമുക്കറിയാം ചക്കക്കുരു ഏറ്റവും നല്ലൊരു സാധനമാണ്. ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു സാധനം കൂടി നമ്മളെ ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരുക്ക് എവിടെ കിട്ടിയാലും എല്ലാവരും നല്ല കഴിക്കുക. അപ്പോൾ എന്തായാലും ചക്കക്കുരു കിട്ടിയില്ലേ, അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വെച്ച് അതും കൂടെ വെക്കുകയാണ് കേട്ടോ. ഞാൻ കറി ആയിട്ടുണ്ട്. പക്ഷേ ചക്കക്കുരു കണ്ടപ്പോൾ ഒരു മോഹം, ചക്കക്കുരു കൊണ്ടൊരു ഉപ്പേരി പോലെ വയ്ക്കുക എന്നുള്ളതിലാണ്. അപ്പം അങ്ങനെ ആ ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. അങ്ങനെ പിന്നെ കറി ആവലും ചോറായിന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ചക്കക്കുരും വെന്തു. അതിനുശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ നമുക്ക് കുറച്ച് വിറക് പണിയുണ്ട്. കുറേ വിറക് ഞാൻ ആ തൊടിയിൽ നിന്ന് വലിച്ചിട്ടുണ്ടായിരുന്നു. വിറക് കൊണ്ടുവരാൻ പോയെന്ന് തൊടിയിൽ കൂടെ. അപ്പോൾ ആ വിറക് പണിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതാ നമ്മളെ ചെമ്പോത്തുണ്ട്, അതിൻ്റെ അപ്പുറത്ത് എന്നെ കണ്ട് പാറുണ്ട്. അങ്ങനെ ഞാൻ ഓലയൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അത് കെട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പച്ച നമ്മളെ തെങ്ങിൻ്റെ ഓലുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരണം. ആ വരുന്ന വരവിൽ ആ കിടക്കണമെങ്കിലും ഞാൻ വല്ല ചക്ക വീഴും പോലെ കിടക്കണം കേട്ടോ. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഓലയിലും ചെമ്മലയിലും തട്ടി അങ്ങനെ സ്ലിപ്പായതാട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കയറൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ പച്ച ഓലേൻ്റെ ആ ഒരു ഓല മതി കേട്ടോ, ഓലക്കൊടിയൊക്കെ കെട്ടി വയ്ക്കാൻ. എന്തായാലും മഴക്കാലമാണ് വരുന്നത്. അപ്പത്തിന് ഓലക്കൊടിയൊക്കെ ഒന്ന് ഒരു കൂട്ടി വയ്ക്കണം. പിന്നെ അതുപോലെ തന്നെ വിറകും, ഞാൻ പറഞ്ഞില്ലേ വിറകും ഇല്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കഷ്ടത്തിലാണ്. അപ്പോൾ കുറച്ച് വിറക് വലിച്ചു കൂട്ടിയതായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി എടുത്ത് വയ്ക്കണ്ടേ. ഗ്യാസ് ഇപ്പോൾ എടുത്തൊന്നും എന്തായാലും കിട്ടൂല. 15 ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിഷു അടുപ്പിച്ചൊക്കെ തന്നെ ഗ്യാസ് വരുന്നുണ്ടാവുക. വിഷു ഇല്ലെങ്കിലും ഗ്യാസ് ആ ഒരു ടൈമിലൊക്കെ വരുന്നുണ്ടാവുക. അതുവരെ നമുക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കണ്ടേ, പട്ടിണി എടുക്കാൻ പറ്റൂലല്ലോ. യുദ്ധം അവിടെ നടക്കുകയാണെങ്കിലും അതിൻ്റെ പട്ടിണി നമുക്കാണല്ലോ. ഓലക്കൊടി വിറകൊക്കെ ഞാൻ കുറച്ചെടുത്തേക്കാനുള്ളൂ കേട്ടോ. ഞാൻ കുഴങ്ങിയിട്ടുണ്ട്. നല്ല ഒരു നട്ടുച്ചയ്ക്കാണ് ഇതിൻ്റെ ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇതിനെ ഒരുങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം വേണ്ടേ നമ്മളെ കൈ കൊണ്ട് തന്നെ ആവുക. ഇങ്ങനെ ഓലക്കൊടി ചൂട്ടാക്കി വെച്ചാൽ പിന്നെ മഴക്കാലത്ത് പിന്നെ ബുദ്ധിമുട്ടില്ല കേട്ടോ, നമുക്ക് കത്തിക്കാൻ ഇതിനൊക്കെ സുഖമാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചുകൊണ്ടു. കയറില്ലാന്ന് കരുതിങ്ങാണ്ട് നിൽക്കണ്ട. കയറിന് നമ്മളെ ഈ ഒരു പച്ചോല വെട്ടിയാൽ മതി, ഉഷാറായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വാഴേൻ്റെ കൈ ഉണ്ടാവില്ലേ ഉണങ്ങിയത്, അത് എടുത്താലും മതി കേട്ടോ. അത് നല്ല അതിൻ്റെ ആ ഇലയൊക്കെ ചീന്തി കളഞ്ഞ് ഒന്ന് വെള്ളത്തിലിട്ട് പുതിർത്തിയ ശേഷം നമുക്ക് ഇങ്ങനെ ഓലക്കൊടി കെട്ടാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പട്ട, അതായത് തെങ്ങും പട്ടേൻ്റെ ആ ഒരു ഇതുമുണ്ടാവും, അതിൻ്റെ ആ ഒരു വടിയില്ലേ, അതുമ്പോൾ തന്നെ നമുക്ക് പാന്തായിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. പല രീതിയിലും നമുക്ക് എടുക്കാം കയറ് കെട്ടാൻ. ഒരുമിച്ചൊന്നും ഞാൻ ഓലക്കൊടി വെട്ടിയെടുത്തേക്കണില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മടിയാവും പിന്നെ. അപ്പോൾ കുറച്ച് വെട്ടി എടുത്തേക്കണുള്ളൂ. ഞാൻ മടിയല്ല, കുഴങ്ങും വേഗം. കുഴങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യൂല കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അല്ല, നമ്മളെ ആരോഗ്യമല്ലേ, അപ്പോൾ നമ്മൾ തന്നെ നോക്കണ്ട. നമ്മൾ കുറേ ചത്തിട്ട് പണിയെടുത്തിട്ട് നമുക്ക് അല്ല എവിടെയും വീണ് വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ അവിടെയും കയറ്റിയിട്ടു. അപ്പോൾ നമ്മളെ ആരോഗ്യം നോക്കിയിട്ടില്ല പണിയെടുക്കുക അല്ല. പിന്നെ എന്തായാലും ഓലക്കൊടി 2-3 ചൂട്ടി ഞാൻ വെട്ടി വെച്ച്. പിന്നെ കുറച്ച് വിറകുണ്ട്, തെങ്ങും പട്ടായിട്ടും പിന്നെ കുറച്ച് എന്തൊക്കെയോ വിറകുണ്ട് കേട്ടോ, പൊടണീൻ്റെ വിറകോ അങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി ഒതുക്കി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാം കുറച്ച് ഞാൻ എടുക്കണുള്ളൂ, ഫുള്ളായിട്ട് ഞാൻ എടുക്കൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ കുറച്ചൊക്കെ വിറകും ഓലക്കൊടിയൊക്കെ വെട്ടി ഒതുക്കി ഇനി അതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കണം. അപ്പം അതൊക്കെ ഒന്ന് ചൂട്ടിൽ ഒതുക്കി വെച്ചാൽ അങ്ങനെ അതും അങ്ങോട്ട് ഒതുങ്ങും കേട്ടോ. നമുക്കിങ്ങനെ അടുക്കളയിൽ പഴയ അടുക്കളയുണ്ടോ, അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബെഞ്ചുണ്ട്, പഴയ ബെഞ്ച്. അപ്പോൾ അവിടെയാണ് ഞാൻ വിറകൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓലക്കൂടി അവിടെ തന്നെ കൊണ്ടുവച്ചു എടുക്കാൻ പാകത്തിന്. വേറെയും കുറേ ഞാൻ ചൂട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, അയക്കൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഞാൻ അപ്പോൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബെഞ്ചുമ്മ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും വിറകും കൂടെ കൊണ്ടുവയ്ക്കട്ടെ. ഒരു ട്രിപ്പ് കൊണ്ടുവച്ചു, ഞാൻ അടുത്ത ട്രിപ്പ് കൊണ്ടുവയ്ക്കട്ടെ. തെങ്ങും പട്ടയും പിന്നെ അതുപോലെ ശീമക്കൊന്നയും പൊടണിയും അങ്ങനെ എന്തൊക്കെ വിറകുകളുണ്ട്. എന്ത് വിറകായാലും പോലെ നമ്മളെ അടുക്കള കത്തിയാൽ മതിയാണ്ട്. അടുപ്പ് കത്തിയാൽ മതി, കഞ്ഞി കുടിക്കണ്ടേ നമുക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ വിറകൊക്കെ ഇത്രയും വിറക് ഞാൻ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ കുഴങ്ങാതെക്കുമല്ലേ, അപ്പം പിന്നെ ഞാൻ പോയി റെസ്റ്റൊക്കെ എടുക്കും. അല്ല പിന്നെ നമ്മളാരോഗ്യം നമ്മളാണ് നോക്കേണ്ടത്, വേറെ ആരും വന്ന് നോക്കില്ല. അവർക്കൊക്കെ തിന്നാൻ നേരത്ത് ആയില്ലേ ചോദിക്കാനേ വയ്ക്കുള്ളൂ. പക്ഷേ നമ്മളാരോഗ്യം എന്തായിന്ന് ആരും ചോദിക്കൂല അല്ലേ, അത്രേ ഉള്ളൂ. അപ്പം നമ്മളാരോഗ്യം നമ്മൾ നോക്കുക, അല്ല പിന്നെ. അങ്ങനെയൊക്കെ നമ്മളെ വിറകൊതുക്കലും ഓലക്കുടിതുക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കുറച്ച് സിമ്മൻ്റ് തയ്ക്കാല പരിപാടി കേട്ടോ. അതായത് എന്തായാലും ഇപ്പോൾ ഗ്യാസൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുപ്പിലോട്ട് മാറി. അപ്പോൾ അടുപ്പൊക്കെ ആകെ ഞാൻ പറഞ്ഞില്ല ഇതേപോലെ അതൊക്കെ എടുത്ത് വലിച്ചെറിയാനായി, അതിന് പൊട്ടിപ്പൊളിഞ്ഞ് ആകെ നാശകോശമായി കിടക്കുകയാണ്. കുറേ കാലമായി ഞാനൊരു 3-4 ഇഷ്ടിക കൊണ്ടുവരി എന്നൊക്കെ പറയുന്നു, കൊണ്ടൊന്നും തരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് സിമെൻറ്റും ഇതൊക്കെ എടുത്തിട്ട് ഒരു മടയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടയൊക്കെ ഒന്ന് പക്കൊക്കെ ഒന്ന് അടച്ചു കൊടുത്ത് കുറച്ചൊക്കെ ഒരു ചൊറുക്കിൽ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നനച്ചിങ്ങനെ കൊടുക്കണം. ഇനിയിപ്പോൾ നാളെ ഒന്നിപ്പോൾ ഇതിൽ പാചകം ചെയ്യാൻ പറ്റില്ല, മറ്റേ അടുപ്പിൽ പാചകം ചെയ്യണം. ഇതെന്നത്തോ അടുപ്പാണ്. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്നതിൻ്റെ മുമ്പുള്ളത് തോന്നുന്നു. 10-11 കൊല്ലം ഞാൻ വന്നിട്ട് അതിന് മുമ്പേ ഉള്ളതാണ് കേട്ടോ. അപ്പം അതൊന്നും നമുക്ക് നോക്കണ്ട, നമുക്ക് നമ്മളെ കഞ്ഞി ചോറ് ആയാൽ മതി, പട്ടിണി കൂടാതെ ജീവിച്ചാൽ മതി അല്ലേ. അപ്പം അതിനെന്തായാലും ആൾ ഉസാറാണ് കേട്ടോ. പക്ഷെ ഇതിക്കൊന്ന് പുതുക്കണം എന്നുണ്ട്, അതാണ് ഇപ്പോൾ നടക്കാത്തത്. നടക്കണ്ടാവും അല്ല പിന്നെ. അപ്പോൾ എന്തായാലും നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ഇപ്പം ഇതിലാണ് നമ്മളെ പരിപാടി ഫുള്ളും. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം കേട്ടോ.